ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് കേൾക്കുന്നത് സ്പെയിനിലെ ഊവാറായിൽ നടന്ന വലിയൊരു അത്ഭുതമാണ്. 1010 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുക. 11-ാം നൂറ്റാണ്ടിൽ ഉടനീളം യൂറോപ്പില് ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ഈശോയുടെ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് സംശയിച്ചിരുന്ന ഒരു വലിയ കാലഘട്ടമാണ് 11-ാം നൂറ്റാണ്ട്. ആ സമയങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്കുമൊക്കെ ഈ ഒരു വലിയ സംശയം നിലനിന്നിരുന്നു. ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് ജീവന്റെ അപ്പം. കർത്താവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിച്ചപ്പോഴൊക്കെ മാനുഷിക ബുദ്ധിയോടുകൂടി ഈശോയെ സമീപിച്ച ആർക്കും അത് സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റിയില്ല. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവുള്ളപ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇന്നും തിരുശരീര രക്തങ്ങൾ നമുക്കായി മുറിച്ചു നൽകുന്ന നമ്മുടെ കർത്താവ് വചനം പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്ര. ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി ലോകത്തിന് ജീവൻ നൽകുന്നതാണ് എന്ന വചനം പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ അപ്പം അങ്ങനെ ലോകത്തിന് ജീവൻ നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ യഥാർത്ഥ വഴി കാണിക്കാൻ ഈശോ നമ്മുടെ മുമ്പിൽ ഇല്ലാതെ വരുമ്പോൾ, നമ്മുടെയൊക്കെ മനസ്സിന്റെ തലങ്ങളിൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. അത് നമ്മൾ പോലും അറിയാതെ ഞാനും നിങ്ങളും ഒക്കെ ഇരുളിലേക്ക് കടന്നു പോകാം, ജീവനില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ കടന്നു പോകാം. അത് വലിയൊരു സത്യമാണ്. അപ്പോൾ 11-ാം നൂറ്റാണ്ടിലും ഇതൊക്കെ തന്നെ യൂറോപ്പിലുടനീളം നിലനിന്നിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതാണ്. അപ്പൊ ഈ സ്പെയിനിലെ ഊവാറ എന്ന ഇടവകയില് ബെർണറ്റ് എന്ന് പറയുന്ന ഒരു വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു. എന്നാൽ വിശുദ്ധ കുർബാനയിൽ അദ്ദേഹത്തിന് അപ്പവും മീഞ്ഞും ദിവ്യബലിയുടെ മധ്യത്തിൽ ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് അത്ര പെട്ടെന്ന് സാധിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു സംശയ മനസ്കതയോടുകൂടിയാണ് ഇതിനെ സമീപിച്ചിരുന്നത്. വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നെങ്കിലും സംശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിലനിന്നിരുന്നു. അങ്ങനെ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ അദ്ദേഹം ഈ സംശയത്തോടു കൂടി തന്നെ ഫാദർ ബെർണറ്റ് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസയിലെ വീഞ്ഞിന് രൂപം മാറുകയാണ്. എന്നിട്ട് ആ വീഞ്ഞ് ഈശോയുടെ തിരുരക്തമായി മാറി. അന്ന് മാത്രമല്ല, തിരുരക്തമായി മാറി. ആ തിരുരക്തം കാസ കവിഞ്ഞൊഴുകി പേശിയിലുടനീളം ആ വിരി മുഴുവൻ നനഞ്ഞ് അൾത്താരിൻ തിരുരക്തം താഴേക്ക് ഒഴുകുന്ന വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. അപ്പോൾ തന്റെ അവിശ്വാസമൊത്ത് മനം നൊന്ത് കരഞ്ഞുകൊണ്ട് ബെർണറ്റ് ഫാദർ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കർത്താവിന്റെ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്നതായിട്ടൊരു സംഭവം ഇറ്റലിയില് ഊവാറായിൽ 1010 സംഭവിക്കുക. അപ്പോൾ ഈ വലിയൊരു അത്ഭുതമാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ, പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് പറയുന്നത് എനിക്കും നിങ്ങൾക്കും വിശ്വാസം ആഴത്തിൽ വിശുദ്ധ കുർബാനയിൽ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ കുർബാനയില് ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. ആ കാസായില് തിരുരക്തം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ഇന്ന് അതിനുള്ള ഭക്തിയൊക്കെ കുറഞ്ഞു പോകുന്നത് പോലെ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമ്മളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ഈശോയുടെ തിരുശരീരവും രക്തവുമായി വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും മാറുന്നുണ്ട്. ഈ അപ്പവും വീഞ്ഞും അതുപോലെ മാറുമ്പോൾ ഇന്ന് വൈദികൻ ബലി അർപ്പിച്ച സമയത്ത് കാസയിൽ നിന്ന് തിരുരക്തം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി അൾത്താര് വിരിയിലുടനീളം പരന്ന് അത് അൾത്താരിൽ നിന്ന് താഴേക്ക് ഒഴുകിയ വലിയൊരു അത്ഭുതമുണ്ട്. ഉടനെ തന്നെ അന്നത്തെ ഉരകൽ രൂപതയിലെ മെത്രാനെ വിവരം അറിയിക്കുക അദ്ദേഹം സ്ഥലത്തെത്തി അത്ഭുതം കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. സെർജിയസ് 4-ാമൻ പാപ്പയെ അറിയിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്തു. സെർജിയസ് പാപ്പ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി. തുടർന്ന് ഒരു തിരുവെഴുത്ത് വഴി ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമാണെന്ന് പാപ്പ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പാപ്പായുടെ അംഗീകാര പത്രവും തിരുരക്തം വീണ് നനഞ്ഞ അൾത്താര വിരികളും ഇന്നും ആ ഊവാറ ഇടവക ദേവാലയത്തിന് അൾത്താരയ്ക്ക് താഴെ പ്രതിഷ്ഠിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 1055 മെത്രാൻ ഗുഗല്ലിയാണ് ഇതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച് മനോഹരമായൊരു പേടകത്തിൽ, നമുക്കത് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും, ഈശോയുടെ ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് പറയുന്നത്. നമുക്ക് ഈ ദിവ്യകാരുണ്യത്തോട് ഒരുപാട് ചേർന്നിരിക്കാൻ പറ്റട്ടെ പ്രിയപ്പെട്ടവരെ. വർഷത്തിൽ ഒരിക്കൽ ആളുകൾ ഈ ദിവ്യകാരുണ്യ അത്ഭുതം വന്ന് കണ്ട് കർത്താവിനെ ആരാധിക്കുന്ന വലിയൊരു അനുഗ്രഹമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കണം, ഈശോയെ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ദിവ്യ സാന്നിധ്യത്തെ സംശയിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായ ഒരു അടയാളം കൊടുക്കണമേ നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഈശോയെ,
എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കുമെല്ലാം വിശുദ്ധ കുർബാനയിലെ ഈശോയെ ആരാധിക്കാൻ സംശയമില്ലാതെ വ്യക്തിപരമായൊരു അനുഭവം, ഈശോ മാംസമായി മാറിയ അനുഭവം, അല്ലെങ്കിൽ ഈശോ ഉള്ളിൽ സംസാരിക്കുന്ന ഒരു അനുഭവം, ഈശോയെ ഒന്ന് കാണാനുള്ള ഒരു അവസ്ഥ തിരുവോസ്തി ഉയർത്തും. എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 18 വയസ്സ് ആയ സമയം ഒരിക്കലും വിശുദ്ധ കുർബാനയിൽ ഞാനിങ്ങനെ പങ്കെടുക്കുകയാണ്. പ്രാർത്ഥനയിലായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം എന്നൊക്കെയുള്ള ചിന്തയോടെ കൂടി തന്നെ പ്രാർത്ഥനയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വിശുദ്ധ കുർബാന മധ്യേ അച്ഛൻ ഇങ്ങനെ സിറോ മലബാർ കുർബാനയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. കുർബാനയുടെ മധ്യത്തില് അച്ഛൻ ഇങ്ങനെ തിരുവോസ്തി ഉയർത്തുകയാണ്. സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്നൊരു പാട്ടുണ്ട്. അപരാധങ്ങൾ നീക്കണമെന്നുള്ള പ്രാർത്ഥനയുടെ തൊട്ട് മുമ്പായിട്ടുള്ള ആ വിശുദ്ധ കുർബാനയുടെ ഉയർത്തലിന്റെ സമയമാണ്. ഉയർത്തി സ്വർഗത്തിനിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു ഇങ്ങനെ ഉയർത്തി പറയുമ്പോൾ ആ തിരുവോസ്തിയിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഞാൻ ശരിക്കും കണ്ടു ഈശോയുടെ തിരുമുഖം. എന്നും എന്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞിട്ടില്ല. കണ്ട സ്ഥലവും ആ സമയവും എല്ലാം എന്റെ മനസ്സിലുണ്ട്, പള്ളിയും എല്ലാം. അപ്പൊ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ എനിക്കും നിന്റെ വ്യക്തിപരമായ ഒരു അനുഭവം, ഈശോയുടെ വിശുദ്ധ കുർബാനയുടെ വ്യക്തിപരമായ ഒരു അനുഭവം എനിക്ക് തരണേ ഈശോയെ. നിന്നെ അനുഭവിക്കാനുള്ള വലിയൊരു കൃപ എനിക്ക് തരണേ ഈശോ. അത് എന്റെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാണ്. ഞാൻ എന്റെ ലൈഫിൽ എപ്പോഴും ഓർക്കും, ജീവിതത്തിൽ ഒത്തിരി സ്ഥലങ്ങളും യാത്രകളും തിരക്കുകളും സങ്കടങ്ങളും ഭാരങ്ങളൊക്കെ ലൈഫിൽ കടന്നു വന്നാലും ഈ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ അല്പസമയം ഇരുന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, ഒന്നും ചൊല്ലിയില്ലെങ്കിലും അവിടെ പോയിരിക്കണം. ഞാൻ ഇങ്ങനെ ഈ യുക്കെയിലൊക്കെ ഉടനീളം ഇങ്ങനെ യാത്ര ചെയ്യുമല്ലോ. അപ്പൊ പല ദിവസങ്ങളിലേക്ക് ഈശോയുടെ ദിബീകാലത്തിന് മുമ്പിൽ ഇരിക്കാൻ പറ്റാറില്ല. അപ്പൊ മനസ്സിൽ ഇങ്ങനെ എന്തോ ഒരു വേദനയാണോ ഭാരമാണോ എന്തൊക്കെ എന്നെ വലിച്ചടിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പൊ മടത്തി വരുമ്പോൾ തന്നെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കാനുള്ള ഒരു പ്രേരണ എന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഏതെങ്കിലും കാരണവശാൽ മാറ്റിവെച്ചാൽ വീണ്ടും അത് കർത്താവ് എന്നോട് പറയുന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ട്. നമുക്കും ഈ ദൈവം വിശുദ്ധ കുർബാനയിലെ ഈശോയെ അനുഭവിച്ച് കാണാൻ പറ്റിയ ഒരു വലിയൊരു ഭാഗ്യമാണിത്. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അത് കിട്ടട്ടെ. സംശയിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുകളിൽ ഇല്ലേ? നമുക്ക് പ്രാർത്ഥിക്കണം, ഈശോയെ വിശുദ്ധ കുർബാന ഞങ്ങളുടെ ദേവാലയങ്ങളിൽ അർപ്പിക്കുമ്പോൾ അനേകര് ഓടി വന്ന് നിന്നെ ആരാധിക്കാനുള്ള വലിയ കൃപ തരണേ എന്റെ ഈശോയെ. ഒരു ഗോതമ്പപ്പമായി മാറിയ നിന്നെ പോലെ ഈശോയെ ആ നിന്നെ കണ്ട് നിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഈശോയെ വ്യക്തിപരമായ അനുഭവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും കുഞ്ഞു സംശയങ്ങളോ കൺഫ്യൂഷൻസോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹാ